ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12-1 മണിയാകുമ്പോൾ എനിക്ക് വീട്ടിലെത്തേണ്ട വ്യക്തിയാണ്. 1 മണിയാകുമ്പോഴേക്കും പാരൻസ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് കുട്ടിയുടെ ഒരു പാരൻസ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് 1 മണിക്ക് ഞാൻ വീട്ടിലെത്താനായിട്ട് 12 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തുന്ന വരച്ച് ഞാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഇതേപോലുള്ള വഴികളൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് നമ്മൾ യാത്രകളെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല പറയണത്. ഇപ്പോൾ യാത്രകളെ സ്നേഹിക്കുന്ന ആൾക്കാർ, യാത്രേനെ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, യാത്ര പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളെപ്പോലുള്ള കുറച്ച് എത്ര ആൾക്കാരുണ്ടാവും, ഒരുപാട് പേരുകളുണ്ടാവും. നമുക്ക് ഇതേപോലെ കിട്ടുന്ന നല്ല നല്ല കാഴ്ചകളും നല്ല വൈബും ഇതേപോലുള്ള ഈ ഒരു പോർഷൻസൊക്കെ ഇല്ലേ, നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം യാത്രേനെ സ്നേഹിക്കുന്നവരായാലും ഫോട്ടോകൾ എടുക്കാനായിട്ട് അതിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കൂടിയും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർത്തിപ്പോവും. എത്ര സമയം വൈകിയാലും, നമ്മൾ കുറച്ച് സമയം വൈകിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മളിവിടെ നിർത്തിയ ഫോട്ടോസുകൾ നമ്മുടെ വീഡിയോസിൽ നമ്മൾ പകർത്തും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയോട് ഇഷ്ടം, അതുപോലത്തെ അതിനോട് കരുതലും, പിന്നെ ആ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ടുള്ളൊരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ. ഇപ്പോൾ കണ്ടില്ലേ, ആ മല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റിൽ നിൽക്കുന്ന മലയാണ്. പക്ഷെ നമുക്ക് ആ മൂടൽമഞ്ഞ് വന്ന് മൂടിയിട്ട് നമുക്കതിൻ്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം മാത്രമേ നമുക്ക് മലയുടെ കാണാൻ പറ്റുന്നുള്ളൂ. കണ്ടില്ലേ, അതിൻ്റെ ബാക്കി മുകളിലേക്ക് ഒരുപാടുണ്ട്, പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റണില്ല. കണ്ടില്ലേ, അത്രേ ഉള്ളൂ. അപ്പോഴും മഞ്ഞ് വന്നിങ്ങനെ അതിൻ്റെ സെൻറ്റർ ഉണ്ടോ, ഒരു നീർച്ചാല ഒഴിക്കാനുണ്ടോ. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകൾ. കാരണം എൻ്റെ മൊബൈൽ അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും ഉള്ള കുഞ്ഞു കുഞ്ഞു നീർച്ചാല ഒഴുകി വരുന്ന വെള്ളം കണ്ടില്ലേ. ഇതൊക്കെ നമ്മുടെ ലൈഫിലൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം, ഒരു മൊമെൻറ്റുകളൊക്കെ. അപ്പോൾ മഴ മാറണേക്കുമ്പോൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്നവരാരായാലും മഴ മാറണേക്കുമ്പോൾ എല്ലാവരും ഈ റൂട്ടൊന്ന് സഞ്ചരിക്കണേ. കാരണം മഴയത്ത് മാത്രമേ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു നീർച്ചാലുകളൊക്കെ രൂപപ്പെട്ടതും എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനും പറ്റുള്ളൂ. ഓക്കെ.